അപ്പോൾ ERCയുടെ ഫസ്റ്റ് മീറ്റപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശരത് ജ്യോതി വ്ലോഗ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നമ്മുടെ ERCയുടെ ഫസ്റ്റ് മീറ്റപ്പിന് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ERC എന്ന് വെച്ചാൽ നമ്മുടെ എൻഫീൽഡ് റൈഡിംഗ് ക്രൂ എന്ന് പറഞ്ഞൊരു ക്ലബിൻ്റെ എൻഫീൽഡ് ക്ലബിൻ്റെ ഒരു ഫസ്റ്റ് മീറ്റപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള പരിപാടിയാണ് കേസ്. അപ്പോൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റ് വരും കേട്ടോ, ബാക്ക് സീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളൊന്ന് കഴുകി തുടച്ചെടുത്ത് വണ്ടി മീറ്റപ്പിന് പോകാനുള്ള സെറ്റാണ്. അതേപോലെ 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ ട്രാവലിസ്റ്റ, അതായത് നമ്മുടെ കപ്പിത്താനൊക്കെ ട്രാവലിസ്റ്റിത്താനെ മീറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേസ്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കവടിയാറാണ് നിൽക്കുന്നത്. കവടിയാർ നമ്മളിപ്പോൾ 2 ആൾക്കാരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ വണ്ടി കണ്ടോ മനസ്സിലായില്ലേ? അതെ, നമ്മുടെ ട്രാവലിസ്റ്റ് അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പോയായിരുന്നു, അപ്പം അവരെ കണ്ടില്ല. അവർ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നു. അവർ തൃശ്ശൂർ പോയിട്ടുണ്ടായത്. പിന്നെയാണ് അവരുടെ സ്റ്റാറ്റസ് ഞാൻ കണ്ടത്. അപ്പോൾ ഇന്ന് അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോബിൻചാൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തില്ല. നമുക്ക് നോക്കാം, അവർ വരുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യാം. എവിടെയാണ്? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കാണാൻ കാത്തിരുന്ന ആളിതായിപ്പുണ്ട്. നമസ്കാരം, ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാൻ എന്താ പറയാല്ലേ ട്രാവലിനെ കുറിച്ചൊരു കാരണം നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്. ട്രാവൽ എല്ലാവരും ചെയ്യണം. ട്രാവൽ ചെയ്യാണ്ട് നമ്മൾ കാശിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. ട്രാവൽ എന്തായാലും എല്ലാവരും ചെയ്യണം. എല്ലാ യാത്രകൾക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഏത് സ്ഥലമായാലും വീടിൻ്റെ അപ്പുറത്തെ ഒരു പറമ്പ് പോലെ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടെയും ഒരു നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ ഓക്കെ, അത് താങ്ക്സ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവരിവിടെ വരാൻ ഞാൻ ഇപ്പോൾ കാട്ടാടാണ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്ത് കാട്ടാക്കട എന്ന സ്ഥലത്ത് നമ്മളൊരു പമ്പിൻ്റെ അവിടെയാണ് നിൽക്കുള്ളത്. അപ്പം ഫസ്റ്റ് അവർ വന്നിട്ട് ഒരുമിച്ച് പോകാനുള്ള പരിപാടിയാണ്. എല്ലാത്തെ പോലെ പോസ്റ്റ് അപ്പോൾ മുക്കിന് ചെക്കിങ് ആണ്. അവന്മാർ ബൈക്കുകൾ കണ്ട് അപ്പം പിടിക്കും, അതാണ് അവന്മാരുടെ അവസ്ഥ. അപ്പോൾ നമ്മളെ കുറച്ച് പയ്യന്മാരവിടെ പോലീസ് പിടിച്ചായിരുന്നു ചെക്കിങ്ങിന്. അപ്പോൾ അവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ. എത്തിയിട്ടുണ്ട്. അവന്മാർ ബാക്കിയുള്ള ആൾക്കാരോട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ പൊന്മുടി അകത്ത് കയറിയിട്ടുണ്ട്. ആ ചെക്ക് പോസ്റ്റ് പൊന്മുടി അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുകയാണ്. ഇനി അവന്മാരൊക്കെ വന്നിട്ടാണ് ഇനി അടുത്ത് ഫ്ലാഗ് ഓഫ്. വിതിരോട്ട് തുടങ്ങിയ ഫ്ലാഗ് ഓഫ് ആണ് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അവന്മാർ വന്നിട്ട് നമുക്ക് കാണാം. ഇനി കയറ്റോ, നിങ്ങൾ ഇറക്കി പോയി. ഇത്രയും വണ്ടി കയറ്റേണ്ടി വരുമല്ലേ? ആ അമ്മ വരാം. വണ്ടി ഫുള്ളായിട്ടൊന്ന് ഉറങ്ങിന്. ഇന്ത്യയുടെ കൂടെ കാപ്പൊടിക്കാൻ പോയി നമ്മള് ടിക്കറ്റും എടുത്തു. കുറച്ചുണ്ട് മുകളിലോട്ട്. ഞാൻ നടന്ന് പോയി നോക്കിട്ടെ. ഇത് വിട്ടൊരു വണ്ടി ഇവരുടെ കേടായി കിടപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു നമ്മൾ അവരെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു. പക്ഷേ നോക്കിയിട്ട് എന്താ പരിപാടിയെന്ന്. എന്താ പോവാ?
നമുക്ക് പോവാം. ഇവരെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അറിഞ്ഞൂടാ. നിങ്ങൾ പോയിട്ട് വാ, തിരിച്ച് ഞങ്ങൾ നിങ്ങളോട് വരാം. ഒന്ന് നടന്ന ഒരു 10 അരമണിക്കൂർ അതിന് മുമ്പ് മുകളിലെത്താൻ പറ്റും. 2 കിലോമീറ്റർ. ആ, വലിയ സീനില്ല, ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ. അത്രേ ഉള്ളൂ, 2 ഹെയർ പിന്നും കൂടി എന്തോ ഉള്ളൂ. നോക്കി കഴിഞ്ഞാൽ ബസ് ഉണ്ടെന്ന് പറയാം. ബസ് ആണെങ്കിൽ ബസ് ടൈം എന്ന് അറിയണം, അവരോട് ചോദിച്ചറിയാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ബസ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ 2-3 കുറച്ച് ആൾക്കാർ അവിടെ പെട്ടുപോയി. അതാണ് ഇപ്പോഴത്തെ വിഷയം. അവരെല്ലാം വഴിയില്ലായി, നമ്മൾ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നോക്കി, പക്ഷെ അവർ പറ്റുന്നില്ല. അതാണ് വിഷയം. ഇവന്മാരൊക്കെ വേണം, ഇവന്മാർ പെട്രോൾ ഇഷ്ടമാണ് വെറുതെ കിടക്കുന്ന. അത് ഓഫാക്കിയിട്ടേ നമുക്ക് അറിയില്ലല്ലോ. പോ മുക്കി റൗണ്ട് വേണ്ട, ഇത് റൗണ്ട് എടുത്തിരുന്നാ അവനെ കൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ ലോഗോ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സമയങ്ങളിൽ വന്നാൽ ഒട്ടും ആൾക്കാരെ കാണാൻ പറ്റില്ല. കണ്ട ആൾക്കാരെല്ലാം ഭയങ്കര കുറവാണ്. അതിവിടെ ശാന്തവും സമാധാനമായ ഒരു പൊന്മുടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഒട്ടും ചൂടും കാര്യങ്ങളൊന്നുമില്ല. കണ്ട സമാധാനമായ മഞ്ഞ് പോയിട്ട് കാറ്റ് പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. പൊന്മുടിയിലും ഭയങ്കര മഞ്ഞാണ്. മഞ്ഞ് കൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്തൊക്കെ വന്നാൽ ഇങ്ങനെ ഒരു വെയിലത്ത് ഇങ്ങനെ പൊന്മുടി കൂടി നടക്കാം. അതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും വളഞ്ഞു നിന്നോ? റെഡിയായല്ല? എല്ലാവരും ഒന്നല്ല ഒന്നല്ല ഇത് കിട്ടും. അടിപൊളി ERC ഫസ്റ്റ് മീറ്റപ്പ് ആണ്. It was at this moment that he knew he fucked up. One eternity later. ഫ്രണ്ട്സ്, അപ്പോൾ റൈഡ് കഴിഞ്ഞിട്ടിപ്പോൾ 20 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കി വീഡിയോ എടുക്കുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, ആ ലാസ്റ്റത്തെ വീഡിയോ കഴിഞ്ഞതോടെ എൻ്റെ ഗോപ്രോ അടിച്ചുപോയി. എന്ത് സംഭവം എന്നറിയത്തില്ല. കാരണം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓണാക്കിയിട്ട് ഓണാവുന്നില്ല. ഞാൻ വെച്ച് ബാറ്ററി ഫുൾ ഡ്രെയിനായി പോയതായിരിക്കുമെന്ന്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ബാക്കി എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കി, പറ്റുന്നില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഗോപ്രോ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും എല്ലായിടത്തും നോക്കി. സംഭവം ഗോപ്രോ സർവീസ് സെൻ്റർ എന്ന സംഭവം സത്യം പറയില്ല. അക്കപ്പാട് ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക്സ് നന്നാക്കുന്ന ചില ആൾക്കാർ ലൈസും കാര്യങ്ങളും കംപ്ലൈൻ്റ് ആവുന്നതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ തൃശ്ശൂരൊരു ആളുണ്ട്. അപ്പോൾ അയാൾ ചെയ്യുമെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഗോപ്രോ ഞാൻ പാഴ്സൽ അയച്ചു. അപ്പോൾ അവർ നോക്കിയിട്ടും പറഞ്ഞു പറ്റുന്നില്ല, അത് ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ബോർഡ് മാറ്റാനാണെങ്കിലും 6000-7000 രൂപ വരുന്നുണ്ട്. 8ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം.
അപ്പോൾ അടുത്ത ചോയ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോപ്രോ ആയിട്ട് കോൺടാക്ട് ചെയ്തു. ഗോപ്രോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഈ കമൻറ്റ് സെക്ഷനിൽ ഇന്ത്യയിലുള്ള ഒരാൾ കൊടുത്തിട്ടുണ്ട്, ബാംഗ്ലൂർ ഒരു സ്ഥലമുണ്ട്, ബാംഗ്ലൂർ അവർ ഇത് ചെയ്യുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു സാധനം അയച്ചു തരണം, അയച്ചെന്നാൽ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരൊക്കെ അയച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഒരു 4-5 ദിവസത്തിനകം അത് ബാംഗ്ലൂർ എത്തും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഇനി അവർ നോക്കിയിട്ട് പറയും. അപ്പോൾ അത് എനിക്ക് ഒരു ഉറപ്പില്ല അത് ശരിയാവുമെന്ന്. ഇപ്പം നമ്മൾ ശരിയാക്കണം എന്നൊരു രീതിയിൽ പോകുകയാണെങ്കിലും അതിൻ്റെ പാർട്സ് കിട്ടാൻ പാടാണ്. കാരണം ചൈനയിൽ നിന്നാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉള്ള സംഭവങ്ങളെല്ലാം ഇപ്പം ബാൻ ചെയ്തേക്കുമല്ലേ. അപ്പോൾ ചൈനയിൽ നിന്ന് ഇനി വരുന്നത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു 8ൻ്റെ പണി കിട്ടി തന്നെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുതിയൊരു ഗോപ്രോ വാങ്ങേണ്ട ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ മാക്സിമം കൂടുതലും ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഇരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഫോണിലായിരുന്നു. ആ സമയത്തുള്ളതാണ് നമ്മുടെ ബോയുടെ മൈക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഗോപ്രോയിലോട്ട് മാറിയത്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം മൊത്തം ഫോണിലായിരിക്കും. പക്ഷേ നമ്മൾ ഈ റണ്ണിങ്ങിലുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഫോണിലായതുകൊണ്ട്. അപ്പോൾ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയി ഇനി വരുന്നതായിരിക്കും. ലിമിറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ മാക്സിമം നിങ്ങളെ എല്ലാം മാക്സിമം കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.